മൈ ഗൈസ് 1 മില്യൺ വ്യൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെന്നൈയിലുള്ള ആദ്യത്തെ ദിവസത്തെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഇടാനും നിങ്ങൾ ഒട്ടും മറന്നു പോകരുത് കേട്ടോ. രാവിലെ ഞങ്ങൾ എഴുന്നേൽക്കാൻ തന്നെ സമയം ഒരുപാട് വൈകിയിരുന്നു കേട്ടോ. അറ്റ്ലീസ്റ്റ് 8 മണി കഴിഞ്ഞിരുന്നു. പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല അടിപൊളി വ്യൂ കണ്ടു. നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നത് റോഡാണെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് മെട്രോ പോകുന്നതാണ് കേട്ടോ. ഏറെ കൗതുകത്തോടെയാണെങ്കിൽ ഞങ്ങൾ കുറേ നേരം അവിടെ തന്നെ നിന്നു. പിന്നെയാണ് ഞങ്ങൾ രാവിലത്തെ ചായ കുടിക്കാനൊക്കെ താഴോട്ട് ഇറങ്ങിപ്പോയത് കേട്ടോ. എന്തായാലും മെട്രോ കാണാൻ അടിപൊളിയാല്ലേ. എല്ലാം കഴിഞ്ഞ് താഴോട്ട് വീണ്ടും വന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടത്. എന്താണെന്നല്ലേ, ഒരുപാട് തക്കാളി, ഇതൊക്കെ ഒറ്റ ഒരു കറിയിലേക്കാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഉമ്മയും വലിമയൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നെഞ്ഞു പൊട്ടി അവരൊക്കെ കരയുന്നു. കാരണം നമ്മുടെ നാട്ടിൽ 4-5 തക്കാളിയാണല്ലോ ഒരു കറിയിലേക്ക് ഇടുക. ഇവരിത് എത്രമാത്രമാണ് ഇടുന്നത് എന്ന് നോക്കിക്കേ. ഉച്ചക്കത്തെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് 3-3:30 ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയൊന്ന് മെറീന ബീച്ചിലോട്ട് പോയി വരാമെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ യാത്രയും മെട്രോയിലാട്ടോ പാസ്സാക്കിയത്. ആ ഒരു സമയത്ത് മെട്രോ തലങ്ങും വിലങ്ങും പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെറീന ബീച്ചിൽ എത്തിയിട്ടുള്ള ആഘോഷമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. എന്താ കളി! പൂവി മണ്ണിലാണ് അവർ നന്നായിട്ട് കളിക്കുന്നുമുണ്ട്. പക്ഷെ നാട്ടിൽ നിന്ന് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാത്ത ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഈ മണ്ണ് കളിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാക്ക്ഗ്രൗണ്ട് നന്നാക്കുമ്പോഴത്തേനോ നിങ്ങൾ ഈ നേരത്തെ കണ്ടുവരും. എന്തായാലും മെറീന ബീച്ചിൻ്റെ ആ ഒരു ആംബിയൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുട്ടാ. മറ്റൊന്നും കണ്ടല്ല, ഒരുപാട് ആൾക്കാർ ആ ഒരു ബീച്ച് കാണാൻ വന്നിട്ടുണ്ട്. അതിനപ്പുറം കുതിരസവാരി നന്നായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കുഞ്ഞു കാര്യങ്ങളാണ് ഈ ഒരു കുഞ്ഞു ബ്ലോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യനും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഉത്തരം എന്തായാലും കമൻറ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. ചോദ്യം ഇതാണ്: മെറീന ബീച്ചിൽ ഒരു വൈകിട്ട് ചിലവഴിക്കാനുള്ള അവസരം ലഭിച്ചാൽ നിങ്ങൾ എന്താണ് അവിടെ ചെയ്യാന്ന്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയണേ. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എല്ലാവർക്കും റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ബ്ലോഗായിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.